വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മളിന്ന് പെട്ടെന്ന് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാനില സ്പോഞ്ച് കേക്കാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 125 ml ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഒരു 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു 4 കോഴിമുട്ടയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളൊരു ടീസ്പൂണ് വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതേ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ പൊടിക്കാതെ തന്നെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതെ, ക്രീം രൂപത്തിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ ഇനി നമ്മൾ അരിച്ച് വെച്ച മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡറും കൂടെ ഒരു നുള്ളു ഉപ്പിട്ടിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറിയ രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 2-ലോ 3-ലോ ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു കുക്കറിലോട്ട് ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റോ 25 മിനിറ്റോ വെച്ച് ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. എൻ്റെ പാനൊന്ന് മറിച്ച് വെച്ചിട്ട്, വേണ്ടാത്ത പാനാണ് കേട്ടോ, അതൊന്ന് മറിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ 20 മിനിറ്റൊക്കെ കഴിഞ്ഞ് കേക്ക് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എത്രയുള്ളൂ. അപ്പോൾ ശരി, ബൈ.